ജീവിക്കുന്നത് ചുടലക്കാടുകളിൽ, ഭക്ഷിക്കുന്നത് ഗംഗാ നദിയിലൂടെ ഒഴുകി വരുന്ന അഴുകിയ മൃതദേഹങ്ങൾ. മാത്രമല്ല കഞ്ചാവും മദ്യവും. ഞാൻ പറഞ്ഞു വന്നത് മറ്റാരെയും പറ്റിയല്ല, അഘോരി സ്വാമികളെ പറ്റിയാണ്. ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയ പുണ്യ സങ്കേതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ. ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് ഏകദേശം 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സന്യാസ നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഗംഗയിൽ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങൾ പിടിച്ചെടുത്ത് ഭക്ഷിക്കുക, ഭോങ്ങും കഞ്ചാവും ഉപയോഗിക്കുക, ആർത്തവത്തിലുള്ള സ്ത്രീയുമായി ലൈംഗികതയിൽ ഏർപ്പെടുക, സാധാരണ ആൾക്കാരെ തെറി പറഞ്ഞ് ഓടിക്കുന്നവർ എന്നിങ്ങനെ നിരവധി കഥകളാണ് അഘോരികളെക്കുറിച്ച് പറയാനുള്ളത്. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞു കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ ഇവർക്കറിയാമെന്നും കെട്ടുകഥ പ്രചാരവുമുണ്ട്. ഏകാഗ്രമാക്കിയ മനസ്സിൻ്റെ അപാരമായ മന്ത്രസ്ഥിതികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ എന്തും അഘോരികൾക്ക് സാധ്യമാണെന്നും വടക്കേന്ത്യൻ ഹൈന്ദവർ വാദിക്കുന്നു. ആരാണ് അഘോരികൾ? എന്തിനാണ് അവർ ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്നും ഇന്ത്യയിൽ നിലകൊള്ളുന്ന അഘോരികളുടെ അറപ്പുളവാക്കുന്ന കാലം പറഞ്ഞ കഥകളാണ്. ഇന്ത്യയിലെ നിഗൂഢമായി മൂടപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ വിഭാഗങ്ങളിലൊന്നായ അഘോരി സാധുക്കൾ ഹിന്ദുമതത്തിന്റെ നിഗൂഢവും അനാചാരങ്ങളും നിറഞ്ഞതാണ്. ശൈവ ചൈതന്യത്തെ അതിൻ്റെ അടിത്തട്ട് വരെ കണ്ട് ഉപാസിക്കുന്നവരാണ് അഘോരികൾ എന്നാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ. ചുടുകാടാണ് ശൈവമൂർത്തിയുടെ, അതായത് ശിവന്റെ ഇരിപ്പിടമെന്ന അടിസ്ഥാനത്തിന് പിന്നിൽ മാനുഷിക അഹങ്കാരങ്ങളുടെ അവസാനം ആ ചുടലക്കാട് തന്നെയാണെന്ന് അവർ ഒരു തിരിച്ചറിവ് കൊടുക്കുന്നു. മനുഷ്യ ശരീരം ചുട്ടുകരിച്ച ഭസ്മം അനേകം രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആത്മീയതയിൽ ആ ചാരത്തിന്റെ തണുപ്പേയുള്ളൂ ഓരോ ശരീരങ്ങൾക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഘോരി സന്യാസിമാർ ശരീരമാകെ ഭസ്മാഭിഷേകം നടത്തുന്നു. രാത്രി 12 മണിക്ക് ശേഷം തലകുത്തി നിന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ധ്യാനം. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ് അവർ കണക്കാക്കുന്നത്. സാധാരണ മനസ്സുകൾക്ക് തിരിച്ചറിയപ്പെടാനാകാത്ത നിഗൂഢമായ പ്രാപഞ്ചിക സത്യങ്ങൾ അതിൽ ഉണ്ടെന്നും അവർ പറയുന്നു. അഘോരികൾ മൃതശരീരങ്ങൾ ഭക്ഷിക്കുന്നു എന്നത് വളരെ ശരിയാണ്. മൃതശരീരത്തോട് മാത്രമല്ല, സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകാൻ അവർക്ക് ഒരു മടിയുമില്ല. കടുത്ത വേനലിനെയും ഹിമാലയത്തിലെ 0 ഡിഗ്രിക്കും താഴെയുള്ള കൊടും തണുപ്പിനെ വസ്ത്രരഹിതമായാണ് അവർ നേരിടുന്നത്. അഘോരി സാധുക്കളുടെ ഉത്ഭവം മധ്യകാലഘട്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിരുന്നാലും രേഖാമൂലമുള്ള ചരിത്രങ്ങളുടെ അഭാവം മൂലം അവരുടെ ചരിത്രപരമായ തുടക്കം കൃത്യമായി കണ്ടെത്താൻ പ്രയാസമാണ്. 6-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിലനിന്നിരുന്ന പുരാതന താന്ത്രിക വിഭാഗമായ കാബാലികകളിൽ നിന്ന് അവർ വേർതിരിഞ്ഞു വന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാശത്തിൻ്റെയും മരണത്തിൻ്റെയും ദേവനായ ഭൈരവന്റെ വിശ്വാസികളാണ് കാബാലികർ. കാബാലിക എന്ന പേരിന് തന്നെ തലയോട്ടി വഹിക്കുന്നവർ എന്നാണ് അർത്ഥം. മനുഷ്യ തലയോട്ടികൾ ആചാരങ്ങൾക്കും ഭിക്ഷാടന പാത്രങ്ങളായും ഉപയോഗിക്കുന്ന അവരുടെ സമ്പ്രദായത്തെ പരാമർശിക്കുന്നു. അഘോരികളും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. കാലക്രമേണ കാബാലിക വിഭാഗം അപ്രത്യക്ഷമാകാൻ തുടങ്ങിയപ്പോൾ അഘോരികൾ ഉയർന്നു വന്നു. അവരോടൊപ്പം പ്രത്യേക അനാചാരങ്ങളും മന്ത്രവാദ അനുഷ്ഠാനങ്ങളും ജനിച്ചു. അഘോരികൾ ഒരു ചെറിയ വിഭാഗമായി തുടരുന്നുണ്ടെങ്കിലും അവർ ചരിത്രപരമായി ഹിന്ദുമതത്തിന്റെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നായ വാരണാസിയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. വാരണാസി, അതായത് കാശി, ശിവന്റെ നഗരമായാണ് കണക്കാക്കപ്പെടുന്നത്. നിരവധി അഘോരികൾ ഗംഗയുടെ തീരങ്ങളിലാണ് താമസിക്കുന്നത്. മാത്രമല്ല, മൃതശരീരം ദഹിപ്പിക്കുന്ന സ്ഥലത്തിന് സമീപം അവരുടെ ആചാരങ്ങൾ നടത്തുന്നു. ഈ സ്ഥലം ജീവിതവും മരണവും കൂടിച്ചേരുന്ന സ്ഥലമായാണ് അവർ കണക്കാക്കുന്നത്. അഘോരികളെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ വിരളമാണെങ്കിലും അവരുടെ ആചാരങ്ങളുടെ ചരിത്രങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്താനാകും. പ്രത്യേകിച്ചും കുലാർണവ തന്ത്രം, രുദ്രയമല തന്ത്രം തുടങ്ങിയ കൃതികളിൽ ഇവയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഘോരികളുടെ ലോകവീക്ഷണം അദ്വൈത തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരുപക്ഷെ അഘോരി സമ്പ്രദായത്തിന്റെ ഏറ്റവും വിവാദപരമായ വശം മനുഷ്യമാംസവും മലം, മൂത്രം, മദ്യം തുടങ്ങിയ അശുദ്ധമെന്ന് കരുതുന്ന മറ്റു വസ്തുക്കളും കഴിക്കുന്നതാണ്. ശുദ്ധിക്കും അശുദ്ധിക്കും, വൃത്തിക്കും വൃത്തികേടിനും, പുണ്യത്തിനും പാപത്തിനും ഇടയിലുള്ള നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ വേദനകളെ ശമിപ്പിക്കാനും ആശ്വാസം നൽകാനും കഴിയുന്ന അമാനുഷിക ശക്തികൾ നേടാൻ കഴിയുമെന്ന് അവരുടെ വിശ്വാസം.
എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രികളിൽ ചുടലക്കാടുകളിൽ ഏകാന്തത്തിൽ ധ്യാനിച്ചിരിക്കാറുണ്ട് ഇവർ. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയുന്ന സാമൂഹിക മാനദണ്ഡങ്ങളെ മറികടക്കുക, ഭയം, വെറുപ്പ് അല്ലെങ്കിൽ ഭൗതിക ലോകത്തോടുള്ള ആസക്തി എന്നിവയെ മറികടക്കുക എന്നതാണ് അത്തരം ആചാരങ്ങളുടെ യുക്തിയായി അവർ കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അഘോരികൾ മോക്ഷം തേടുന്നു, അല്ലെങ്കിൽ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം. അഘോരി വിശ്വാസത്തിന്റെ കാതൽ ശിവന്റെ ആരാധനയാണ്, പ്രത്യേകിച്ച് ഭൈരവന്റെ ഉഗ്രമായ ഭാവത്തിൽ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അതിരുകൾ മറികടക്കുന്ന ഒരു ദൈവമാണ് ഭൈരവ. അതിനാൽ അദ്ദേഹത്തിന്റെ ഭക്തരായ അഘോരികൾ പരമ്പരാഗത ധാർമ്മികതയോടുള്ള അദ്ദേഹത്തിന്റെ അവഗണനയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. നിർവ്വാണം നേടാനും ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിക്കാനുമുള്ള പരമമായ വഴി അധാർമികതയാണെന്നാണ് അവരുടെ വിശ്വാസം. അതിനാലാണ് പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നുമില്ലാതെ ഉറക്കെ ശാപവചനങ്ങൾ ഉരുവിടുന്നതും. അഘോരികൾക്ക് ജ്ഞാനോദയം ലഭിക്കുന്ന ഏക മാർഗവും ഇത് തന്നെയാണ്. വിചിത്രം എന്ന് തോന്നാമെങ്കിലും ഇവർ ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് പോലും ഇത്തരം ശാപവാക്കുകളിലൂടെയാണ്. സംസ്കാരപരമായ ദ്വൈത ധാരണയെ അഘോരികൾ നിരാകരിക്കുന്നു. പവിത്രവും അശുദ്ധവും തമ്മിൽ വേർതിരിവില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയിലോ വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ വേർതിരിവില്ല. എല്ലാം ബ്രഹ്മമാണ്. അഘോരികളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക മാനദണ്ഡങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ മത്സരിക്കുകയോ ചെയ്യുക മാത്രമല്ല, അവയെ പൂർണ്ണമായും മറികടക്കുക എന്നതാണ് ലക്ഷ്യം. മരണം, ജീർണനം, അശുദ്ധി തുടങ്ങിയ മിക്ക ആളുകളും ഭയപ്പെടുന്ന ജീവിതത്തിന്റെ വശങ്ങളെ അഭിമുഖീകരിക്കുന്നതിലൂടെ അവർക്ക് അഹംഭാവം ഇല്ലാതെയാക്കുവാനും ബ്രഹ്മവുമായുള്ള ഐക്യത്തിന്റെ അവസ്ഥയെ കൈവരിക്കാനും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. Varanasi very old city, so people they like to die here, burn here, because this is the place who people die, who people burn. No reborn again, no real coronation. Soul paradise. So this is the reason. That's why most of people they like to die here, burn here. And when family carry body here, first body washing in holy water for last purification, then burning. ലൈംഗികത വളരെ താല്പര്യമുള്ള ആളുകളാണ് അഘോരികൾ, പ്രത്യേകിച്ച് മൃതശരീരവുമായുള്ള സെക്സ്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ മൃതശരീരവുമായി സെക്സ് ചെയ്യുന്നതിന് പിറകിലെ വിശ്വാസം ഇതിലൂടെ അമാനുഷിക ശക്തി കൈവരിക്കാമെന്നതാണ്. നിർബന്ധിത സെക്സിൽ വിശ്വസിക്കാത്ത ഇവർ സ്ത്രീകളുടെ ആർത്തവ സമയത്ത് സെക്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അഘോരികളുടെ ഏറ്റവും വൈകൃതമായ ശീലങ്ങളിൽ ഒന്നാണ് ശവരതി. കാളിദേവി ലൈംഗിക ബന്ധത്തിലെ തൃപ്തി ആവശ്യപ്പെടുന്നതിനാൽ ഇതിനായി അനുയോജ്യമായ മൃതശരീരം കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഡേവർ റോസ്റ്ററിനോട് അഭിമുഖത്തിൽ ഒരു അഘോരി പറഞ്ഞത്, പുറത്തുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് നിഷ്ഠൂരവും അനാചാരവുമായി തോന്നുന്നതിന് കാരണം ലളിതമാണ്. ഞങ്ങൾ ഏറ്റവും മലിനമായതിലും വിശുദ്ധി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു അഘോരി ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും മനുഷ്യന്റെ തലച്ചോർ ഭക്ഷിക്കുമ്പോഴും ഈശ്വരനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അവൻ ശരിയായ പാതയിലാണ് എന്ന് പറയാം. Baba, when you die, do you want someone to eat you, or do you want to be cremated here? मसान घाट पे जलेगा या कहाँ जलेगा वो तो फिर he's not caring about it, he's just living life. It is written what will happen after his death. കൂടാതെ നിരവധി അഘോരികൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ശ്മശാന സ്ഥലങ്ങളിലോ വിദൂര പ്രദേശങ്ങളിലോ വർഷങ്ങളോളം ധ്യാനിക്കുകയും തീവ്രമായ ആത്മീയ അച്ചടക്കത്തോടെ വരുമെന്ന് പറയപ്പെടുന്ന അതീന്ദ്രിയ ശക്തികൾ നേടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ശക്തികൾ അഘോരി ഐതിഹ്യമനുസരിച്ച് ലക്ഷ്യമല്ല, മറിച്ച് അവരുടെ തീവ്രമായ ഭക്തിയുടെയും ആത്മീയ പരിശീലനത്തിൻ്റെയും ഉപോൽപ്പന്നമാണ്. അഘോരികൾ പലപ്പോഴും മനുഷ്യ തലയോട്ടികൾ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ തലയോട്ടി അണിയുന്നതിനെ കപാല എന്നാണ് വിളിക്കുന്നത്. കപാല അഥവാ തലയോട്ടി ആഭരണമാണ് അഘോരികളുടെ യഥാർത്ഥ അടയാളം. ജലസമാധി അടയുന്ന സന്യാസിമാരുടെ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങളിൽ നിന്നാണ് അവർക്കിത് ലഭിക്കുന്നത്. കഴുത്തിന് ചുറ്റും തലയോട്ടിമാലയിട്ടാണ് ഇവരെ പലപ്പോഴും കാണപ്പെടുന്നത്. ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ് മനുഷ്യന്റെ തലയോട്ടി എന്നാണ് ഇവരുടെ വിശ്വാസം. അഘോരികളുടെ മറ്റൊരു അടയാളമായി ദഹിപ്പിച്ച ആളുകളുടെ തുടയലെടുത്ത് ഊന്നുവടിയായും ഉപയോഗിക്കാറുണ്ട്. അവർ സാധാരണ മുടി വെട്ടുകയോ നനയ്ക്കുകയോ ചെയ്യാറില്ല. അതിനാലാണ് സ്വാഭാവികമായുള്ള നീണ്ട ജട പിടിച്ച മുടി അവരുടെ പ്രതിച്ഛായയുടെ ഒരു ഭാഗമായിരിക്കുന്നത്. അതുപോലെ അഘോരികൾ അവരുടെ ശരീരത്തിൽ പുരട്ടുന്ന ചിതകളിൽ നിന്നെടുത്ത ചാരം മരണത്തെയും ശുദ്ധീകരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഹിന്ദുമതത്തിൽ തീയെ ഒരു ശുദ്ധീകരണ ശക്തിയായി കണക്കാക്കുന്നു. ചാരം ആത്യന്തികമായി ശുദ്ധീകരണത്തെ പ്രതിനിധീകരിക്കുന്നു.
നേർത്ത ചണവസ്ത്രം മാത്രം ധരിച്ചും അല്ലെങ്കിൽ ശരീരം നിറയെ ചിതയിൽ നിന്നുള്ള ഭസ്മം മാത്രം പൂശി നഗ്നരായും അവർ നടക്കാറുണ്ട്. ജീവന്റെ 5 പ്രധാന ഘട്ടങ്ങൾ ചേർത്ത് നിർമ്മിക്കപ്പെടുന്ന ഭസ്മം സകല രോഗങ്ങളിൽ നിന്നും കൊതുകുകളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് അഘോരികളുടെ വിശ്വാസം. അഘോരികൾ ഒരിക്കലും അസൂയയും വെറുപ്പും കൊണ്ട് നടക്കാറില്ല. വെറുപ്പുള്ളവർക്ക് ധ്യാനിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. കാക്കകൾക്കും നായകൾക്കും സ്വന്തം പാത്രത്തിൽ നിന്നും ഭക്ഷണം നൽകുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. മൃഗങ്ങൾ ഭക്ഷണം വൃത്തികേടാക്കും എന്നതുപോലുള്ള ഹീനചിന്തകൾ ഇല്ലാതാക്കുന്നതിലൂടെ ശിവനൊപ്പം എത്തിച്ചേരുക എന്ന അവരുടെ പരമമായ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. മൃതശരീരം പച്ചയ്ക്കോ ദഹിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കഴിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. ശിവനെ ആരാധിക്കുന്ന ഇവർ ഇതിലൂടെ ശക്തി കൂടുതൽ ലഭിക്കുമെന്ന വിശ്വാസക്കാരുമാണ്. മൃതശരീരത്തിൽ ഇരുന്നാണ് ഇവർ ധ്യാനിക്കാറും. ഇത്തരം കർമ്മങ്ങൾ കൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം പറയാനാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. വിചിത്ര ആചാരങ്ങൾ കൊണ്ട് മരിച്ചവരുമായി തങ്ങൾക്ക് സംസാരിക്കാനാകുമെന്നും ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാനാകുമെന്നും അവർ കരുതുന്നു. ഇന്ത്യയിലും വിദേശത്തുമുള്ള പല എഴുത്തുകാരും ഇവരെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വില്യം ഡാൽറിംബിളിന്റെ സിറ്റി ഓഫ് ഡിജിൻസ് എന്ന 1994 ഇറങ്ങിയ യാത്രാ വിവരണത്തിൽ ഡാൽറിംബിൾ ഇന്ത്യയിലായിരുന്ന സമയത്ത് താൻ കണ്ടുമുട്ടിയ അഘോരി സാധുക്കളെ പറ്റി വിവരിച്ചിട്ടുണ്ട്. 1986 ഇറങ്ങിയ റോബർട്ട് സൊബോദാസ് അഘോര അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന പുസ്തകം വിമലാനന്ദ എന്നറിയപ്പെടുന്ന ഒരു അഘോരി ആചാര്യന്റെ ചില കഥകൾ പരാമർശിക്കുന്നു. അഘോരി സാധുക്കളെക്കുറിച്ച് നാഷണൽ ജിയോഗ്രഫിക്, വൈസ് തുടങ്ങിയ പല പ്രമുഖ ചാനലുകളും ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന കാര്യത്തെ അംഗീകരിക്കുന്ന ആളുകളുമുണ്ട്, അംഗീകരിക്കാത്ത ആളുകളുമുണ്ട്. പക്ഷേ നമ്മുടെ ആധുനിക സമൂഹത്തിൻ്റെ കണ്ണിലൂടെയും സംസ്കാരത്തിൻ്റെ കണ്ണിലൂടെയും ശാസ്ത്രീയപരമായും നോക്കുമ്പോൾ നഗ്നരായി നടക്കുന്നതും മൃതശരീരം ഭക്ഷിക്കുന്നതും മൃതശരീരത്തോടൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതും തെറ്റായ കാര്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ നൽകിയെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.